സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ വളരെ ഒരു സന്തോഷം തോന്നി. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുഞ്ഞുങ്ങളെ കിട്ടാതിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് ആശ്രയമാകുന്ന അമ്മയാണ് ബാലചാമുണ്ഡി. എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ആശ്വാസം നൽകുന്ന ദേവിയാണ് കരിക്കകത്തമ്മ. വിളിച്ചാൽ വെളിപ്പുറത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഉത്സവകാലത്ത് മാത്രമല്ല, ചൊവ്വ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിവിടെ വന്ന് തൊഴാം. പ്രശസ്തമായ കരിക്കകം ക്ഷേത്രത്തിലാണ് കർമാനൂസ് ഇപ്പോഴുള്ളത്. എൻ്റെ കൂടെ ക്ഷേത്രം മേൽശാന്തി ശ്രീ കൃഷ്ണരു മനോജാണുള്ളത്. അദ്ദേഹത്തിനെ സത്യം പറഞ്ഞാൽ അദ്ദേഹം എന്നെ കാണുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് കേൾക്കാറുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ്, ഞാനിപ്പോൾ അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത്. കാരണം ഇതുപോലൊരു മഹാക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒരു അനുഗ്രഹമായി എനിക്ക് ആ വാക്കുകൾ ഞാൻ എടുക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. വളരെ നമുക്കറിയാം, ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു വലിയ ഒരു മഹാക്ഷേത്രമായി മാറിയിരിക്കണം. അത് ഈ ഇവിടുത്തെ ചാമുണ്ഡിയുടെ ഐശ്വര്യം തന്നെയാണ്. 3 നടകളിലും ഒരേ ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, ക്ഷേത്രത്തിൻ്റെ പെരുമ, ദേവിയുടെ അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ക്ഷേത്രത്തിന് ഏറെക്കുറെ 600 വർഷത്തെ പഴക്കം പറയുന്നുണ്ട്. കാട്ടിൽ വീട്ടിലെ അദ്ദേഹത്തിന് കാരണവർക്ക് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉപദേശിച്ചു കൊടുത്ത ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ഉപാസനാമൂർത്തിയായ ദേവിയാണ് കാട്ടിൽ വീട്ടിൽ കാരണവർ ആരാധിച്ചിരുന്നത്. പച്ചപ്പന്തലിട്ട് ആരാധിച്ചിരുന്നു. ഒരു ദേവിയെ തന്നെ 3 ഭാവത്തിൽ, ചാമുണ്ഡി ദേവി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി എന്ന രീതിയിൽ തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി നടക്കൽ പണ്ട് രാജഭരണകാലത്ത് സത്യം ചെയ്യുക, കള്ളം ചെയ്തിട്ട് അത് ചെയ്തില്ല എന്ന് സത്യം ചെയ്താലും, സത്യം പറഞ്ഞിട്ട് ചെയ്തിട്ട് കള്ളം ചെയ്താലും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആയിരുന്നു. ഇപ്പോൾ അതിന് പകരം അങ്ങനെ ആ പഴയ രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ പിഴ അടച്ച് ഇവിടെ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുക അടച്ച് നട തുറന്ന് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ, നമ്മളെ ആവശ്യങ്ങൾ ദേവിയോട് നേരിട്ട് പറയാം. കാര്യസാധ്യത്തിന് വേണ്ടി, വിവാഹ തടസ്സം, അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ട് നട തുറന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 2 നടക്കൽ. ദേവി ചൈതന്യം വളരെ നിറഞ്ഞു തുളുമ്പുന്ന ഒരിടമാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രദേശം മുഴുവൻ, കരിക്കകം എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ അമ്മയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ്. അങ്ങയുടെ ഇത്ര കാലത്തെ ഇവിടുത്തെ ആ ഒരു ജീവിതം, ആ ഒരു സമർപ്പണം കൊണ്ട് എന്താണ് അങ്ങയുടെ മനസ്സിൽ ചാമുണ്ഡി ദേവിയുടെ ആ ഒരു അനുഗ്രഹങ്ങൾ? അയ്യോ, ഭയങ്കര. കാരണം ഞാനൊരു 3 വർഷം മുമ്പ് ഇവിടെ ഒരിക്കൽ മേശാന്തി ആയിരുന്നു. അതിനുശേഷം അന്ന് ധാരാളം അനുഭവങ്ങളുണ്ടായിരുന്നു. പല ഭക്തരുടെയും അനുഭവ സാക്ഷ്യങ്ങൾ, നടവർന്ന് പ്രാർത്ഥിച്ചവരുടെയും പിന്നെ നിത്യവും പുഷ്പാഞ്ജലി കഴിക്കുന്നവരുടെയൊക്കെ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അവർ കാര്യസാധ്യം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം ദേവിയുടെ അനുഗ്രഹം എനിക്ക് സ്പെഷ്യലാക്കിയിട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു മേശാന്തിയായിട്ട് വരാം. എനിക്ക് തോന്നുന്നു വേറെ ആരും അങ്ങനെ ഉണ്ടായി എന്ന് തോന്നുന്നില്ല. വീണ്ടും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടല്ലേ അത് കിട്ടിയത്. വീണ്ടും നറുക്കെടുപ്പിൽ വരാനും നറുക്കെടുപ്പിൽ കിട്ടാനും ഒരു ഭഗവതിയുടെ അനുഗ്രഹം, അതൊരു ഭയങ്കര നിയോഗം, അത്രേ ഉള്ളൂ. ഇവിടെ ഈ ക്ഷേത്രനടയിൽ നമുക്ക് ഇഷ്ടകാര്യങ്ങൾക്ക് ഒരുപാട് വഴിപാടുകളുണ്ട്. അതിൽ അങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ദേവിയെ പ്രസാദിപ്പിക്കാൻ എന്ത് വഴിപാടാണെന്നുണ്ട്? അത് എന്നെപ്പോലെ ഒരു സാധാരണ ഭക്തയുടെ ഒരു സംശയമാണെന്ന് വിചാരിക്കണം, തെറ്റാണെങ്കിൽ പൊറുക്കണം. ചാമുണ്ഡി ദേവിക്കാണെങ്കിൽ നമുക്ക് സഹസ്രനാമം, നെയ്വിളക്ക്, കടുംബായസം, ഇത് ഭയങ്കര വിശേഷമാണ്. രക്തചാമുണ്ഡി നടക്കൽ നടോർന്ന് പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും. ബാലചാമുണ്ഡിക്കാണെങ്കിൽ നടോർന്ന് പ്രാർത്ഥിക്കുക, ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് ബാലചാമുണ്ഡി, അല്ലേ? കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് രാത്രി ഉറങ്ങാതിരിക്കുക, അവർക്ക് ദൃഷ്ടിദോഷമുണ്ടാവുക, അങ്ങനെയൊക്കെ ഉള്ളതിന് ബാലചാമുണ്ഡിയെ പ്രസാദിപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെയുള്ള കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് ആശങ്കയുള്ള ഒരു അമ്മമാരുള്ള സമൂഹമാണ്. ബാലചാമുണ്ഡി ദേവിയെ പറ്റി, ബാലചാമുണ്ഡിയെ പ്രസാദിപ്പിക്കാൻ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു അനുഭവം ഉണ്ട്. കാരണം മുമ്പ് മേശാന്തി ആയിരുന്നപ്പോൾ കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു കപ്പിൾസ്, അവർ നട തുറന്ന് പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടായി. അപ്പോൾ ആ കുഞ്ഞിന് ഇപ്രാവശ്യം ഈ ടേണിൽ എനിക്ക് എഴുത്തിനിരുത്താൻ പറ്റി. വിദ്യാരംഭം ആദ്യാക്ഷരം ആ കുഞ്ഞിനെ അവർ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിത് മറന്നുപോയി. പക്ഷെ അവരെന്നോട് പറഞ്ഞു ഇത് അന്ന് നട തുറന്നുണ്ടായ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിനെ ഇപ്രാവശ്യം ഞാൻ വിദ്യാരംഭം ഉണ്ടായിരുന്നു, എഴുത്തിനിരുത്ത്. തീർച്ചയായിട്ടും ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു. അതൊരു അനുഭവമല്ലേ, ഭയങ്കര അനുഭവമല്ലേ. ദേവിയുടെ പ്രത്യക്ഷമായ അനുഗ്രഹം അവർക്ക് കിട്ടി. അത് എന്നിലൂടെ അവർക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ പ്രവൃത്തി അവർ ചെയ്തു, അതിലൂടെ അവർക്ക് കിട്ടുകയും ചെയ്തു. ഈശ്വരാനുഗ്രഹം, അത്രേ ഉള്ളൂ.
എളിമയും ലാളിത്യവും ഒക്കെ മുഖമുദ്രയായ ഒരു വ്യക്തിയാണ് ശ്രീ കൃഷ്ണരു മനോജ്. അദ്ദേഹം വളരെ സൗമ്യനായി സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ വളരെ ഒരു സന്തോഷം തോന്നി. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുഞ്ഞുങ്ങളെ കിട്ടാതിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് ആശ്രയമാകുന്ന അമ്മയാണ് ബാലചാമുണ്ഡി. എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ആശ്വാസം നൽകുന്ന ദേവിയാണ് കരിക്കകത്തമ്മ. വിളിച്ചാൽ വെളിപ്പുറത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഉത്സവകാലത്ത് മാത്രമല്ല, ചൊവ്വ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിവിടെ വന്ന് തൊഴാം. അപ്പോൾ പ്രേക്ഷകർ ഈ കരിക്കകത്ത് നടയിൽ വന്നിട്ടില്ലാത്തവർക്ക് ഈ ഉത്സവകാലത്ത് വരാം. ഇവിടുത്തെ ആ ഒരു ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാം.